എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലടാ, നീ ശരിക്കും ഷൈൻ ചെയ്തളിയാ. നമ്മൾ ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് അതേ ഫോമിൽ തന്നെ. അല്ല, എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക, നിന്നെ ആരാ അങ്ങോട്ട് ക്ഷണിച്ചത്? അതിനെന്തിനാ ക്ഷണിക്കുന്നത്? അല്ലെങ്കിലും ക്ഷണിച്ചിട്ട് എവിടെയെങ്കിലും കയറി ചെല്ലുന്ന സ്വഭാവം നമുക്ക് പണ്ടേ. മോനെ, കുറച്ചു കാലമെങ്കിലും ഈ കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നില്ലടാ ഞാൻ. അതിന്റെ പേരിൽ നീ ഇവിടെ കുറെ ഷൈൻ ചെയ്തല്ലേ? ആ പാപഭാരവും പേറിയാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. അല്ല, നിനക്കിവിടെ മനസ്സിലായില്ലേ? എടാ, നമ്മുടെ പഴയ തവള കേസ്. അത് തന്നെ എന്റെ അളിയ. ഒരുപാട് തവളകളെ പിടിച്ചു കൊടുത്ത് വളച്ചെടുത്ത് ഈ കേസ് നിനക്ക് ഓർമ്മയില്ലടാ. അതെ, ഞാൻ പറയട്ടെ, കമ്മീഷണറുടെ മകള് സുനിത. അത് തന്നെ. 2 ദിവസം ലോക്കപ്പിൽ കിടന്നു, എന്നിട്ടും വിട്ടുകൊടുത്ത അളിയ ഒരു വെല്ലുവിളിയോടെ അങ്ങ് സ്വീകരിച്ചു അല്ലേ? അതാണ് ഞങ്ങളുടെ പ്രണയം. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ, സോറി. കുഴപ്പമില്ലെന്ന്. അല്ല, സൂര്യന്റെ ക്ലോസ് ഫ്രണ്ട് കണ്ടില്ല? ആരെ? എടാ, നമ്മുടെ മന്ത്രി ചെറിയാനില്ലേ, അവന്റെ ശിങ്കിടി ആയിരുന്നില്ലേ നീ? അവന് 100 കൂട്ടം പരിപാടികളല്ലേ, വരാൻ ശ്രമിക്കാന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അല്ല, ഭാര്യ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. കൊണ്ടുവന്നോ? എവിടെ? എടാ, ഒന്ന് പരിചയപ്പെടുത്താടാ. പരിചയപ്പെട്ടില്ലേ? പരിചയപ്പെട്ടില്ലെന്നോ? എപ്പോ? എവിടെ? അല്ല, നീ എന്റെ കച്ചേരി കേട്ടില്ലേ? അപ്പോ എനിക്കെല്ലാം എന്റെ സംഗീതമാ. സൂര്യൻ. ഓ, എന്താ മനസ്സിലായില്ലെന്നുണ്ടോ? കൃഷ്ണേട്ടൻ. അത് തന്നെ. അപ്പൊ മറന്നിട്ടില്ല എന്ന് ചുരുക്കം. ഞങ്ങള് വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത്. വിശേഷിച്ച് ഉണ്ട്, ഒരു കോളുണ്ട്. എന്നാ കോളെന്ന് പറയാനും പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ഉള്ളത് തന്നെ. ഈ കുറി ചെമ്പൈ സംഗീതോത്സവത്തോടനുബന്ധിച്ച് സൂര്യന്റെ ഒരു കച്ചേരി. ഓ, സന്തോഷം. അതും ഗാനഗന്ധർവൻ യേശുദാസിനൊപ്പം. യേശുദാസിനോടൊപ്പോ? എന്തായി കേക്കണത്? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിച്ചോളൂ, ഒക്കെ ഈശ്വരാധീനമാണെന്ന് കൂട്ടിയാ മതി. ദാസേട്ടൻ അതിന് സമ്മതിച്ചോ? സമ്മതിച്ചു എന്ന് മാത്രല്ല, അച്ഛന്റെ പേര് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷമാവുകയും ചെയ്തു. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു വേദി ഒരുക്കിയതായിരുന്നു ഞങ്ങള്, സൂര്യന്റെ അച്ഛനും യേശുദാസും. കച്ചേരിക്ക് വേണ്ടി ഒരുങ്ങിയിറങ്ങുമ്പോഴായിരുന്നല്ലോ അന്നത് സംഭവിച്ചത്. പക്ഷെ ഇന്ന് അതേ ഭാഗ്യം അച്ഛനെ പോലെ പ്രശസ്തനായ മകനെ തേടി എത്തിയിരിക്കുക. മഹാഭാഗ്യം എന്നല്ലാതെ മറ്റെന്താണ് ഇതിന് പറയുക? ശരിയാ, ഇതിൽ കവിഞ്ഞൊരു ഭാഗ്യം എന്നെ പോലെ ഒരാൾക്ക്. എന്നാ പ്രോഗ്രാം? വരുന്ന മാസം 28-ന്. ആയിക്കോട്ടെ. നന്ദൻ എവിടെ? എന്തെന്നെ തലത്തേക്കണത്? ഈശ്വര, അതാണ് തലയിലെ പേൻ പോവാത്തത്. തലയിലെ പേൻ പോവാനായിട്ട് ഏറ്റവും നല്ലത് ബലയെ കുളിച്ചത് എണ്ണയാണ്. അതുപോലെ അറിയില്ല ഈ സാധനത്തിന്. ഈശ്വര, ഒന്നും മിണ്ടാനും പറയാനും സമ്മതിക്കില്ല. അപ്പൊ ഉദിക്കും ഈ സൂര്യൻ. പിന്നെ ഡാൻസ് എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. കുട്ടി പോയിക്കോളൂ. അതെ, എന്റെ നാളും പേര് ഓർമ്മയുണ്ടല്ലോ. കല്യാണ ആലോചന വേണ്ടി വന്നാ പേടിക്കണ്ട കേട്ടോ. എന്റെ ഗിഞ്ചര ഭഗവതി, എന്നെ കൊണ്ട് സെഞ്ചുറി അടിപ്പിക്കരുത്. എന്റെ 99ാമത്തെ ആലോചനയാണിത്. വരുന്നു, തെറ്റിദ്ധരിക്കരുതേ. എന്താ എന്നെ വിളിച്ചത്? അച്ഛൻ സൈലന്റ്. അതെ, ഇവരെന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നവരാ. ഈശ്വര, സോറി ഉണ്ട് കേട്ടോ. പിണങ്ങല്ലേ? എന്നാണ്, എവിടെയാണ് പ്രോഗ്രാം? കുച്ചിപ്പിടി വേണോ, മോഹിനിയാട്ടം വേണോ, അതോ മയിലാട്ടം മതിയോ? മയിലാട്ടോ? അതെന്ത് കച്ചേരിയാ? മയിലാട്ടം എന്താണെന്ന് അറിയില്ല ചേട്ടന്? ദൈവം തമ്പുരാനെ പറഞ്ഞുതരാം. ഈ മയിലാട്ടം എന്ന് പറഞ്ഞാലേ, ഞങ്ങൾ കുറെ പേര് ഇങ്ങനെ മയിലിന്റെ പീലി മൂട്ടിൽ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ തുള്ളുന്ന ഒരു ഡാൻസ് ആണ് മയിലാട്ടം. ഇവരെന്റെ കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നവരാ. ഈശ്വര, പാദസരം മേടിക്കാന്ന് മനസ്സിൽ കണ്ടതെല്ലാം പോയി. എന്നാ പരിപാടി? അടുത്ത മാസം 28-ന്. അന്ന് ഒഴിവില്ല. പൊക്കോ. നീ ആ ഡയറി ഒന്ന് എടുത്തു നോക്കി. എടുത്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നണില്ല. എന്നാലും എടുക്കാൻ പറഞ്ഞല്ലേ, എടുത്തേക്കാം. കൃഷ്ണ നീ ബേഗനെ വാരോ, കൃഷ്ണ നീ ബേഗനെ. പട്ട് തന്നെ തന്തയ്ക്ക്. അടുത്ത മാസം ഒരേ ഒരു ഒഴിവുണ്ട്. അതെന്നാ? വരുന്ന മാസം 28-ന്. അന്നല്ലേ ഞങ്ങൾക്കും വേണ്ടത്. അന്നത് കൊണ്ടൊക്കോ. അഡ്വാൻസ് കൊടുത്തു. അല്ലല്ല, പൈസയുടെ കാര്യമൊക്കെ ഇവനായിട്ടായിക്കോളൂ. ഞാനങ്ങോട്ട്. ഇതാ. അയ്യോ, പിടിച്ചേ. ഇത് കള്ളനോട്ടൊന്നുമല്ലല്ലോ. അന്നൊക്കെ തന്നേ. അല്ല, കൈപ്പറ്റിന് വല്ല രസീതോ മറ്റോ? എന്താ, ഞങ്ങളെ വിശ്വാസില്ലേ? വിശ്വാസം ഇല്ലെങ്കിലേ 28-ാം ചേട്ടൻ മരിച്ചില്ലെങ്കിൽ അവിടെ വെച്ച് കാണാം. തെറ്റിദ്ധരിക്കരുതോ? അയ്യടാ. അമ്മേ,
ആഹാ എല്ലാരും ഉറക്കമായോ? ഏയ് ഇല്ല, TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഓ എടതി കുടിക്കാൻ ഇത്തിരി വെള്ളം. ആ ദേ അമ്മ എല്ലാ സാധനങ്ങളും ഉണ്ട്. മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്. എന്താ സാധനങ്ങളിലേക്ക് ഒരു വില? 40 രൂപയുടെ പയർ ഇപ്പൊ 45 രൂപയായി. 45 രൂപയുടെ കടല ഇപ്പൊ 50 രൂപയായി. അതെല്ലാം പോട്ടെ, പൗഡറിന് കൺമഷിക്ക് ഇപ്പൊ എന്താ വില സൂര്യൻ അറിയോ? പിന്നെ ഞാൻ കണ്ണെഴുതി പൊട്ടുന്നൊട്ടില്ലേ നടക്കുന്നു. ഓ ഒരു വലിയ ആള്. ഞാൻ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി കലക്കി. എന്റെ കിഞ്ചറവായനെ കുറിച്ചായിരുന്നു കോളേജ് മൊത്തം മുഴുവൻ ഒരു സംസാരം. ആൺകുട്ടികളുടെ ലുക്സ് മുഴുവൻ എന്റെ മുഖത്തായിരുന്നു. നല്ല അവതാളായിരുന്നില്ലേ? അപ്പൊ ഞാൻ വായിച്ചു തൊട്ട് ശരിയായില്ലെന്നാണോ പറയുന്നത്? എനിക്കിത് കിട്ടണം. അമ്മേ അറിയാമോ, ഞാനൊരു ഹനുമാൻ. എന്റെ ഈ നെഞ്ചും കൂടി വെട്ടിപ്പൊളിച്ച് നോക്കിയാലുണ്ടല്ലോ, അതിനകത്ത് കാണാം ഈ സൂര്യേട്ടനെ. ആ സൂര്യേട്ടൻ എന്നെ കുറിച്ച് ഇങ്ങനെ എന്തിനാണ് ഇവനിങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവൻ നന്നാവാൻ വേണ്ടി പറഞ്ഞതല്ലേ അമ്മേ. ഞാൻ ഇനി എങ്ങോട്ട് തന്നാവനാ? സൂര്യേട്ടാ, എന്നാ ഞാൻ ആ എടാ ഇത് അവന് കൊടുത്ത് പറഞ്ഞേച്ചേക്ക്. ഞാൻ അയാളോട് പൊക്കോ. അതെന്തിനാ അത്? അല്ല എനിക്ക് അന്തി ഉറങ്ങണ്ടേ? ആ നിനക്ക് എന്തെങ്കിലും കഴിച്ച് പിന്നാമ്പുറത്ത് കൂടെ തൊട്ടപ്പുറത്ത് പോയാ പോരെ? എന്റെ ഈശ്വരന്മാരെ, ഇപ്പൊ ആദ്യരാത്രിക്ക് ഞാൻ ഒറ്റയ്ക്കോ? എന്നിട്ടാണ് ആരെങ്കിലും എന്നെ പീഡിപ്പിക്കാൻ? കഴിഞ്ഞ ആഴ്ച പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ അയാളോട് അല്ലേ പോയത്. എനിക്ക് അയാളെ വിശ്വാസാ. ഞാൻ അയാളോട് പൊക്കോളാം. അല്ല പിന്നെ ഞാൻ അയാളോട് പോണോ അല്ല ഇവിടെ കിടക്കണോ? പോടാ. നാളെ രാവിലെ കാണുമ്പോഴേ ദേ മതി മുഖം വീർപ്പിച്ചിരിക്കരുത്. അമ്മേ താതേ തിത്തിത്തേ താതേ തിത്തിത്തേ താതേ തിത്തിത്തേ താതേ തിത്തിത്തേ താതേ തിത്തിത്തേ താതേ തിത്തിത്തേ. എന്തിനാ മുകളിലേക്ക് നോക്കണത്? അവിടെ അണ്ണാൻ ഇരിപ്പുണ്ടോ? താതേ തിത്തിത്തേ താതേ തിത്തിത്തേ ഐ താതേ തിത്തിത്തേ താതേ തിത്തിത്തേ. എന്റെ കിഞ്ചറ ഭഗവതി, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്തു പറ്റി എടുത്തേ? എന്താ പറ്റി? എന്താ പറ്റിയത്? എന്താ അടുത്തി? നീ കരയുന്ന കാര്യം എന്താന്ന് പറയേ? ആ മനസ്സിലായി. ഏതെങ്കിലും കശ്മൽമാരെ കളിയാക്കിട്ടുണ്ടാവും. അവന്മാർക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. എന്താ? അയ്യോ പോയി മോനെ, നിന്റെ സുന്ദരേട്ടനെ പോലീസുകാര് കൊണ്ടുപോയി. പോലീസുകാർ കൊണ്ടുപോയി? അതെ. എന്താ കാര്യം? ഏതോ കാസറ്റ് വിറ്റെന്നും പറഞ്ഞ അവര് കൊണ്ടുപോയത്. ഈശ്വര, എന്നത് മറ്റേ കാസറ്റാ. അനുഭവങ്ങൾ പാളിച്ചകൾ. നീ ഒന്നും ഉണ്ടായിരുന്നേ? എപ്പോഴാ ഉണ്ടായത്? രാവിലെ കട തുറക്കാൻ പോയപ്പോ പോലീസുകാരെത്തിയ. ഈശ്വരന്മാരെ, അപ്പൊ ലാത്തി കുത്തി കയറ്റിക്കാണല്ലോ. എത്ര തവണ ഞാൻ അളിയനോട് പറഞ്ഞതാ ആ ഏർപ്പാടൊന്ന് നിർത്താൻ. കിട്ടണം, 2 എണ്ണം കിട്ടിയാൽ ഇവരൊക്കെ പഠിക്കൂ. കേട്ടില്ല മേമ പറയുന്നത്? എന്റെ സുന്ദരേട്ടൻ എന്തെങ്കിലും പറ്റിയാലേ ഈ അറിയത്ത് കേട്ട് തുകിച്ചാവും ഞാൻ. വേണ്ട എടുത്ത് അതും ഇതും പറഞ്ഞ സമയം കളയാതെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കും മോനെ. ഓ എന്തൊരു കഷ്ടമാണത്. ഞാൻ ആ GK സാറിനൊന്ന് കണ്ടുപോകട്ടെ. ഒന്നും മിണ്ടായിരിക്കും. മാമ നമുക്ക് ഡാൻസ് പഠിക്കണ്ടേ? ഇന്ന് ഡാൻസും ഇല്ല കേൻസും ഇല്ല, ഹർത്താലാ. സാറിന് അറിയാലോ, പുതിയ നിയമം അനുസരിച്ച് ജാമ്യം പോലും കിട്ടാത്ത കേസാ. സത്യത്തിൽ പോക്രിത്രമല്ല സാറേ ഇത്. കോടികൾ മുടക്കി ഓരോരുത്തർ സിനിമകൾ നിർമ്മിക്കുകയും അത് റിലീസ് ആകുന്നതിന് മുമ്പ് ഇവരെ പോലുള്ളവർ CD അടിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യും. എത്ര പാവപ്പെട്ടവരുടെ ജീവിതമാണ് വഴിയാതരാകുന്നതെന്ന് അറിയാമോ? ഇതിനൊക്കെ പുറമെ വൃത്തികെട്ട CD വേറെയും. ഇത്തരം CD പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നത്. പഠിക്കുന്ന കുട്ടികളുടെ കമ്പ്യൂട്ടർ മുതൽ മൊബൈൽ ഫോൺ വരെ ഇത്തരം ചിത്രങ്ങളാണ്. തനിക്കില്ലൂടെ കുട്ടികൾ? എനിക്ക് കുട്ടികളിലെ സത്യമാണ്. പക്ഷെ അതെന്റെ കുഴപ്പം കൊണ്ടല്ല, അവളുടെ കുഴപ്പം കൊണ്ടാ. അളീനറിയാലോ എല്ലാം. നിർത്തണോ? മേലിൽ ഇത്ര CD വിറ്റു എന്ന് പറഞ്ഞാ ഇടിച്ച് നിന്റെ പരിപ്പിയാൻ എടുക്കും. മനസ്സിലായോ? ആ പോയിക്കോ. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഓ ശരി. GK സാറ് വന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. 2 എണ്ണം കിട്ടേണ്ടതായിരുന്നു. എനിക്കിട്ടാ. എന്നാ നാളെ കേരളം കത്തും. ഞങ്ങൾക്ക് യൂണിയൻ ഉള്ളതാ. യൂണിയൻ അളിയന് ഏർപ്പാടൊന്ന് നിർത്തിക്കൂടെ? എന്നിട്ട് കച്ചേരിക്ക് പോവാനാ. അതെ, കുറ്റം പറയാന്ന് വിചാരിക്കരുത്. കല എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ എന്ത് നേടി? കോണകം പോലത്തെ കുറെ പൊന്നാടകളാ. അന്നേ ഞാൻ മൂപ്പരോട് പറഞ്ഞ കുറച്ച് മാപ്പിളപ്പാട്ടുകൾ ട്യൂൺ ചെയ്ത് തരാം. കേട്ടില്ല, വാരായിരുന്നില്ലേ കാശ്? ഈ മനുഷ്യൻ ആർത്തിയാ, കാശിനോടുള്ള ആർത്തി. ആർക്ക് വേണ്ടിട്ടാ ഇതൊക്കെ? ആർക്ക് വേണ്ടിട്ടാണെന്നോ? ഇതിനെന്നെ ഒരു ആനയുടെ ചെലവാ. ഇടയ്ക്കിടയ്ക്ക് സാരി, പിന്നെ ബ്യൂട്ടി പാർലർ, പോരാത്തതിന് 10 ഇടങ്ങളുടെ ചോറും തിന്നും. നിന്നെയൊക്കെ പോറ്റണമെങ്കിൽ ഇമാതിരി ചില തരികടകൾ കാണിച്ചേ പറ്റൂ. നീ എന്തിനക്കറിയണേ? എന്താണ് എന്റെ അഭിപ്രായം? എടതി കഴിക്കാൻ നിലെടുത്ത് വെച്ചേ. ബാ. അമ്മ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ആർക്കും അഭിപ്രായം ഇല്ലേ? എനിക്കൊരു അഭിപ്രായം ചോദിക്കാനുണ്ട്. നിനക്കാ? സുന്ദരേട്ടനപ്പൊ മറ്റേ കാസറ്റിന്റെ ആളാണല്ലേ? ഏത് കാസറ്റിന്റെ? ബ്ലൂം അല്ലടാ, ബ്ലൂ കാസറ്റ്. അതാണുങ്ങൾ പറയുമ്പോ ഞങ്ങൾ പറയുമ്പോ ബ്ലൂം എന്നാ പറയുന്നത്. തിരുത്താൻ നിൽക്കണ്ട കേട്ടോ. എനിക്കൊരു കാസറ്റ് തരോ? ബ്ലൂമാ? അല്ല, കുച്ചിപ്പിടി. കാപ്പിപ്പൊടി? കാപ്പിപ്പൊടി അല്ല, കുച്ചിപ്പിടി.
അളിയാ അടുത്ത ആഴ്ച സ്കൂൾ കലോത്സവം തുടങ്ങി പിന്നെ തിരക്കായി ഉത്സവകാലത്ത് ആനകളെ പോലെ ഞങ്ങളുടെ ഡാൻസേഴ്സിന്റെ ജീവിതം ഡാൻസ് കാസറ്റ് കിട്ടിയാൽ പുതിയ സ്റ്റെപ്പ് കട്ടെടുത്തിട്ട് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു അതിന് പറ്റിയ കാസറ്റ് വല്ല കയ്യിലുണ്ടോ അമ്മായിയേ വെറുതെ അല്ല നിന്നെ പോലീസ് പിടിച്ച് ലാത്തി കയറ്റിയത് അനുഭവിക്കും നീ ഇനി അനുഭവിക്കും